ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിന്റെ ബാക്കി എന്താ അറിയോ, മമ്മു എടുത്ത് MRC കുണ്ടൻസ് അങ്ങനെ പേര് മാറ്റണം കേട്ടാ. ഇവന്മാരെല്ലാം പരസ്പരം കുണ്ടനടിയാണടെ. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. കുട്ടികൾ കാണരുത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ, എന്നെ രാവിലെ ഒരു പാരന്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ഓഡിയൻസ് ഇങ്ങനെ കുറച്ച് പക്വതയുള്ള ആൾക്കാരും കുറച്ച് വിവരം ബോധമൊക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലാതെ ഇവൻ്റെയൊക്കെ പോലത്തെ ഓഡിയൻസ് അല്ല. അതുകൊണ്ട് തന്നെ എന്നെ രാവിലെ ഒരു പാരന്റ് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അതില് നീ പറയേണ്ട കാര്യം പറഞ്ഞില്ലെന്ന്. ഞാൻ പറഞ്ഞു എന്താ? കാരണം ഇന്നലത്തെ തൊപ്പിയുടെ ലൈവിൽ അവൻ കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന കൂട്ടത്ത് മമ്മുവിൻ്റെയും ഷമീറിൻ്റെയും മറ്റേ വീഡിയോയും കൂടി എടുത്ത് വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ എന്താ പറയാത്തത്, എന്താ എന്ന് ഞാൻ ചേച്ചി എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിച്ച സമയത്ത് ഇടാ നീ അതിൽ പറയേണ്ട മെയിൻ പോയിന്റ് പറഞ്ഞിട്ടില്ല. അതെന്താ? ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇവന്മാരുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇവന്മാർ പരസ്പരം ചെളിവാരി അടിക്കുന്നതിനിടയിൽ ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ അവന്മാർ പരസ്പരം കുണ്ടനടിച്ച വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്തത് തെറ്റല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ പോയിന്റ് ചിന്തിച്ച്, ശരിയാണല്ലോ അവർ പറയുന്നത്. കുട്ടികളടക്കമാണ് ഇവന്മാരുടെ വീഡിയോസ് കാണുന്നത്. ആ സ്ഥിതിക്ക് ഇമാതിരി തൊട്ടി സാധനം എടുത്ത് അടിക്കുന്ന സമയത്ത് അത് ഒട്ടും ശരിയല്ല. ഇതിപ്പോൾ തൊപ്പിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഇവന്മാരിട്ട്, അതുകൊണ്ട് തൊപ്പി തിരിച്ച് അടിച്ചണ്ണാക്കി കൊടുത്തെന്ന് തന്നെ പറയേണ്ടി വരും. അടിച്ചണ്ണാക്കി കൊടുത്തു. ഇനി അടുത്ത് ഇപ്പോൾ മമ്മു ആയാലും ഷമീർ ആയാലും അടുത്ത് വിടാൻ പോകുന്നത് തൊപ്പിയുടെ തുണ്ട് വീഡിയോ ആയിരിക്കും മിക്കവാറും. കാരണം ഫസ്മിനെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് തൊപ്പി ബൈസെക്ഷുവൽ ആണെന്ന്, അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒരു വിഷയമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൊപ്പിയും ഉണ്ടനാണെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറിയത്തില്ല, അവരൊക്കെ പറയുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം MRC ഗ്യാങ് എന്ന് പറഞ്ഞ് ഇവർ കയറിയിരുന്ന് MRC കുണ്ടൻസ് എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തുപാടെ പ്രകൃതി വിരുദ്ധത നാറികളെ. ഇതിപ്പം നടക്കാൻ പോകുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു സമയത്ത് ഈ പെൺപിള്ളേർ തമ്മിൽ റൂമിലിരുന്ന് കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. ഇപ്പം കൂട്ടുകാർ വന്നിട്ട് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ആൺപിള്ളേരും വന്ന് കൂട്ടുകാരായിട്ടൊക്കെ റൂമിലിരുന്നാലും പ്രശ്നമില്ല. ഇനി വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും റൂമിൽ ഇരിക്കണ്ട, ആണുവാണും ഇരിക്കേണ്ട, പെണ്ണും ഇരിക്കണ്ട. ലബനീസുകളൊന്നും അതിന് ഇവന്മാരെ കുണ്ടന്മാരൊന്നും വിളിക്കേണ്ട അവസ്ഥയാണ്. അതാണ് ആണുങ്ങൾ വെച്ച് ചെയ്യാൻ പോകുന്ന അടുത്തത്. ഒരാണും ഒരുമിച്ചിരുന്ന ഈ രീതിയിൽ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും. ആ ഒരു ട്രാക്കിലോട്ടാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിശയിച്ച് എൻ്റെ കിളി പറന്നു പോയി. 2 എണ്ണം കൂടി സാധനം പിടിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ബ്ലോ ജോബ് ചെയ്യുന്നതും ഉണ്ടെന്ന്. ഞാനിങ്ങനെ കിളി പറന്നിരിക്കുകയായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ. അയ്യേ എന്നൊക്കെയാണ് ഞാൻ ഇരുന്നത്. തീർന്നടാ, രണ്ടിൻ്റെയും ജീവിതമാണ് അവിടെ തീർന്നത്. തൊപ്പി തീർത്ത് കളഞ്ഞു. അത് തീർത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊപ്പിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ശരിയുണ്ട്, പക്ഷെ എടുത്തു ചാടി അവൻ ചെയ്തൊരു കാര്യമാണ്. അവൻ ആ പൊട്ടി ആ ലൈവിലിരുന്ന് ആൾക്കാരുടെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ട് മെന്റലി അവൻ വെറും തരിപ്പണായപ്പോൾ അവൻ എടുത്ത് പൊട്ടിച്ച സാധനമാണ്. ഓക്കെ, അത് പക്ഷെ അവന്മാരുടെ ജീവിതം തൊലഞ്ഞു. ഇനി കുണ്ടന്മാരെന്ന് പറഞ്ഞ നാട്ടുകാർ മുദ്ര പൊട്ടി സീലടിച്ചു കൊടുക്കും. 2 എണ്ണം തീർന്നു. 2 എണ്ണത്തിൻ്റെ ലൈഫാണ് സ്പോയിലായിട്ടുള്ളത്. എന്ത് എക്സ്പ്ലനേഷനാണ് ഈ സാധനത്തിൽ പിടിച്ചിട്ട് ഇരുന്നതിനുള്ളത് കൊണ്ടുവരാൻ പോണെന്ന് എനിക്കറിയത്തില്ല. സീരിയസ്ലി പറയാം, എനിക്കറിയത്തില്ല എന്ത് എക്സ്പ്ലനേഷനാണ് അവന്മാരിനി പറയാൻ പോകുന്നതെന്ന്. എന്തൊക്കെ പറഞ്ഞാലും കഥാകുത. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാം കണക്കാടെ, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. ഏതെടുത്താലും 916. അതുപോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ആ പാരന്റ് രാവിലെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു, വേറെ കുറേ നേരം സംസാരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പോയിന്റ്സാണ്. ഞാൻ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്തില്ല, എന്നെ കോൾ ചെയ്തതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്, പോയിന്റ്സ് ആണ്. ഓക്കെ, ഇവന്മാരുടെ വീഡിയോസ് കാണുന്ന ഏറ്റവും കൂടുതൽ കുട്ടികളാണ്. ആ സ്ഥിതിക്ക് ഇവന്മാർ ഇത്തരം വീഡിയോസ് പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്യുന്ന റോങ് ആണ്. അതുപോലെ തന്നെ ഇവന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നാട്ടുകാർക്ക് ചിരിക്കാനുള്ള ഒരു വകുപ്പായി. പണ്ട് അവന്മാർ സ്ക്രിപ്റ്റ് ചെയ്ത് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ റിയലായിട്ട് അവന്മാരെ ഇടയിൽ നടന്നിട്ടുള്ള സകലമാന തൊട്ടിത്തനങ്ങൾ നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി, അവന്മാരെ എക്സ്പോസ് ആയി. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കൊള്ളാം, നമുക്ക് കണ്ടിരുന്ന് ചിരിക്കാനും അവന്മാരെ തമ്മിലടി കാണുമ്പോൾ ഒരു മുട്ടനാനെ ഇടിപ്പിച്ച് ജോഴ ഇടിക്കുന്ന ഒരു സ്വഭാവമില്ല. ആ ഒരു ടൈപ്പ് സംഭവം പോലെ നമുക്കിതും ചിരിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ട്. പബ്ലിക്കിലോട്ട് ഇവന്മാരിടുന്ന സാധനം, നാളെ ഇവന്മാരുടെ പേഴ്സണൽ ലൈഫെല്ലാം തീർന്നു തൊലഞ്ഞെന്നങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി ബാക്കി തൊപ്പി പറയുന്നത് കേട്ടോ. ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? നീ എന്തേലുമൊക്കെ കാണിടാ. മുഖം ബ്ലർ ചെയ്ത് കാണിച്ചാലും ബ്ലർ ചെയ്യാത്ത കാണിച്ചാലും നീ കൊടുത്തണ്ണാക്കില്ല, അത് വേറെ കാര്യം.
ഇനി അതിൽ വേറെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊടുത്ത അണ്ണാക്കിൽ 1 മില്യണിന് മേലുള്ള ആൾക്കാരെ വീഡിയോ ലൈവ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് എടുത്ത് നോക്കിയ സമയത്ത് കിട്ടി, അണ്ണാക്കി കിട്ടി അമ്മമാർക്ക് ഇതിൻ്റെ അപ്പുറം ഇനി തിരിച്ചടി കിട്ടാനുണ്ടെന്ന് തോന്നുന്നില്ല. വാ കൊണ്ട് പറഞ്ഞിരുന്നെങ്കിലും വീണ്ടും അത് അത്രയും അങ്ങോട്ട് എഫക്റ്റ് ചെയ്യത്തില്ലായിരുന്നു. വീഡിയോ സഹിതം എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ തീർന്നു അവന്മാർ. കണ്ടപ്പോൾ എനിക്ക് കാറ് തുപ്പാനാണ് തോന്നിയത്. അയ്യേ, എങ്ങനെയാടാ തോന്നുന്നത്? അയ്യേ കുണ്ട, ഒന്നും പറയാനില്ല. നീയൊക്കെ തന്നെ തമ്മിലടിച്ച് ചാവ്. ഒരു സൈഡിൽ നിന്ന് പറയണ വീഡിയോ വയ്ക്കാൻ കാശില്ല, പെങ്ങളെ കല്യാണം നടത്താൻ കാശില്ല. എടാ നീ ഇനി എങ്ങനെയാടാ പെങ്ങളെ കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിൽക്കും? നിനക്കതിന് പറ്റുമോ ഷമീറെ? നിനക്കൊക്കെ പ്രാന്താടാ എല്ലാത്തിനും. മര്യാദക്കിരുന്ന് അവനെ ചൊറിഞ്ഞ് അങ്ങോട്ട് പോയി അടി ഇരന്ന് വാങ്ങിച്ച്, എന്നിട്ട് ഇപ്പം അവൻ അടിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ട്. ഓക്കെ, നിനക്കൊക്കെ അവിടെ തൊപ്പിയുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ലായിരുന്നു, നിനക്കൊക്കെ നേരത്തെ ഇട്ടിട്ട് പോയാൽ പോരെ. അങ്ങനെ പോയില്ല. ഫെയിം നേടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു, അതാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പം വന്നിട്ട് കണകുണാന്ന് പറയുന്നു. തൊട്ടികളെ എല്ലാം കണക്കാടെ, എല്ലാം കണക്ക്. ഏതെടുത്താലും സൂപ്പർ. അവന്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിന്റെ ബാക്കി എന്താ അറിയോ, മമ്മ എടുത്ത് ഇവിടെ 3 മാസം. ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാ. ഓക്കെ, അതിന് ശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ നിന്റെ മെന്റൽ ട്രോമ ഇത് കണ്ട ആരായാലും അതിശയിച്ചു. ഞാൻ തന്നെ മെന്റലി ട്രോമയിലോട്ട് പോയി. അവസ്ഥ ഇത്രയും ഭീകര പയലുകൾ ഇമാതിരി. എനിക്ക് വാള് വയ്ക്കാനാണ് അത് കണ്ട സമയത്ത് തോന്നിയത്. ഇതൊന്നടേ ബ്ലർ ചെയ്ത് കണ്ടപ്പോഴേ എനിക്ക് ഒക്കാനിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി തോന്നി. അല്ലാത്തത് കണ്ടിട്ടുള്ള അവസ്ഥ ആലോചിച്ചു. ഞാൻ വാള് വെച്ച് ചത്താനാ ഇവിടെ. വല്ലാത്ത അവസ്ഥ. എന്തായാലും കൊള്ളാം തപ്പി. അടിച്ചാവും എല്ലാം കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ എണ്ണവും ഒരുമിച്ച് വിഷം കുത്തിയതാ. മനസ്സിലാ? ഓക്കെ, ഇല്ല, ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പം കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമല്ലോ. ഓൻ പറയട്ടെ ഇത് ഓനല്ലാന്ന്. സൂപ്പർ. ഓനല്ല എന്ന് ഓൻ പറയട്ടെ. ആര്? ഷമീർ പറയട്ടെ എന്നാണ് നമ്മുടെ തൊപ്പി പറയുന്നത്. അതുപോലെ നിന്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി നിന്റെ പിള്ളേർക്ക് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിന്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റിയിട്ട് നീ ഇത് അറിഞ്ഞില്ലേ? ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളതാണ്, നീ അത് തടഞ്ഞില്ലേ? പകരം കയറ്റാൻ വേണ്ടി അനുവദിച്ചോ? നിനക്ക് അങ്ങനെയാണ് പോലീസിൽ പരാതിപ്പെട്ടൂടെ? ഇതെല്ലാത്തിനും പിടിക്കണം. എനിക്ക് പറയാനുള്ള, പോലീസുകാർ ഈ വീഡിയോ കണ്ട് യുവമാർക്കെല്ലാം ഇതിന് നടപടിയെടുത്ത് ഇവന്മാരെല്ലാം തൂക്കണം. എല്ലാത്തിനും തൂക്കണം. മമ്മും കുമ്മും യാതൊരു ചപ്പ് ചവറും തൊപ്പിയും കുപ്പിയും എല്ലാത്തിനും തൂക്കിയിട്ട് ഡ്രഗ്സിന്റെ കേസ് അടക്കം പബ്ലിക്കിൽ വന്നിരുന്ന് ഇത്രയും പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇവന്മാരെ പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാത്തിനാണ് ഇവിടെ പോലീസുകാർ ഇരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരള പോലീസിനെ മാക്സിമം ആൾക്കാർ മെൻഷൻ ചെയ്യണം. അതുപോലെ പോലീസുകാർ ഇത് പിടിച്ച് ഇവന്മാരെ ചോദ്യം ചെയ്ത് ഡ്രഗ്സ് കാര്യങ്ങളെല്ലാം തെളിയിക്കണം. ഇതൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം കേടുകെട്ടവന്മാർ. പുതുതലമുറയെ നശിപ്പിക്കുന്ന വെറും കേടുകെട്ട കുറേ എണ്ണമാണ് യുവന്മാർ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ചായ കുടിക്കാനും പരിപ്പോട വാങ്ങാനും വട വാങ്ങാനും പൈസ ഇല്ലെന്ന്, ഡ്രഗ്സ് യൂസ് ചെയ്യാനൊക്കെ അവന്മാർക്ക് പൈസ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രോഡുകളാണ്. അപ്പോൾ പക്കാ ഫ്രോഡ് ടീംസാണ്. ഇവന്മാരെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചോദിക്കുക, അതാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് ഇത് വെറുതെ വിടേണ്ട കേസൊന്നുമല്ല. വെറും മ്ലാച്ചമാണ് ഇവന്മാരെല്ലാം. കേടുകെട്ടന്മാർ. തൊപ്പി എല്ലാത്തിനും ബ്ലഡ് അടക്കം ടെസ്റ്റ് ചെയ്ത് എല്ലാത്തിനും പിടിച്ച് ഇടിച്ച് ചോദ്യം ചെയ്യണം. ഇന്നലെ ഷമീറിന് ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറയുന്നു. അവർ 2000 രൂപ ഇവൻ്റെ സൂപ്പർ ചാറ്റ് ഇട്ട് കൊടുത്ത്. അപ്പോൾ നിങ്ങൾ അവസ്ഥ ആലോചിക്കണം. എല്ലാം ഉടായ്പകളാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവന്മാരെല്ലാം കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. കാരണം ഡ്രഗ്സിൻ്റെ അടക്കം കേസുകളാണ് തൊപ്പിയുടെയൊക്കെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത്തരം ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു തേങ്ങയും കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ എല്ലാ സോഴ്സും തൂക്കണം. വെറും മ്ലാച്ചമായിട്ടാണ് ഇവന്മാർ വരും തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളടക്കമാണ് ഇവന്മാരുടെ വീഡിയോസ് കാണുന്നത്. ആ ഒരു ബോധം നമ്മുടെ ജനതയ്ക്കും നാട്ടുകാർക്കും ഉണ്ടാവട്ടെ. ഇതില് മമ്മൂനെ കൊണ്ട് ഓൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറയട്ടെ. മമ്മൂനെ ചെയ്തിട്ടില്ല ഈ വീഡിയോയിൽ ഓനല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിന്റെ ബ്ലർ അല്ലാത്ത വേർഷൻ പുറത്ത് വിടും. ശരത്തിന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്തേലും ആവട്ടെ. ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ, വാട്ടവർ, ഞാൻ നോക്കണ്ട. അങ്ങനെ ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ. ഇവന്മാരെല്ലാം തീർന്നു, തൊലഞ്ഞു. ഒരു നിമിഷത്തെ ഈഗോ, ഒരു നിമിഷത്തെ എടുത്ത് ചാട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പലതും പിന്നെ വേണ്ടായിരുന്നെന്ന് തോന്നും. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി കാണും. ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മൂൻ്റെയും ഷമീറിൻ്റെ ലൈഫ് സ്പോയിലായി, കുണ്ടന്മാരായി. നാട്ടുകാരിനി അങ്ങനെ കാണത്തുള്ളൂ. ഓക്കെ, പിന്നെ കുറെ കുണ്ടന്മാർ ചിലപ്പോൾ ഇനി സെറ്റായി ഇവന്മാരെയൊക്കെ വിളിക്കണ്ടേ, നമുക്ക് പരിപാടി ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കും. അല്ലാണ്ട് ലൈഫ് സ്പോയിലായി. ഓക്കെ, ബൈസെക്ഷൽ ആണോ ഇനി ഒള്ളി കുണ്ടനാണോ ഒരു പിടിയുമില്ല, ഗേ മാത്രമാണോ എന്നൊന്നും അറിയത്തില്ല. മൊത്തം ഇവന്മാരുടെ ലൈഫൊക്കെ സ്പോയിലായി. കാശ് മാത്രം ഉണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ലടാ. കുറച്ചൊരു ഇമേജ് വേണം. കാശ് വേണം. കാശാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം. ഇപ്പോൾ കാശില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ കാശിന് പുറമെ നമ്മൾ സമൂഹത്തിൽ കുറച്ചെങ്കിലും ഒരു നിലയും വിലയൊക്കെ വേണം. ഇല്ലെങ്കിൽ തൊലഞ്ഞ്
ഇതിപ്പം മമ്മൂൻ്റെയും മറ്റവൻ്റെ ലൈഫ് തീർന്നു നിങ്ങൾ കൂട്ടിയാൽ മതി. കുണ്ടന്മാരെന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെടും. ഇനി അവന്മാർ വന്നിട്ട് അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ അടുത്തത് എടുത്തടിക്കും. ഉള്ളത് ഫേസ് ഉള്ളത് അടക്കം എടുത്തടിക്കും. അവരുടെ മൊത്തത്തിൽ മൂഞ്ചും. അയ്യോ, ഒരു സമയത്ത് കുണ്ടിയായിട്ടിരുന്ന് ചങ്കളായിട്ടിരുന്നിട്ട് അടുത്ത് പിന്നെ വന്നിട്ട് വാരി ചെളിവാരി അടിക്കുന്നില്ലേ? വല്ലാത്ത അവസ്ഥ. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ക്ലോസ് സർക്കിളിൽ ഇരിക്കുന്ന ഫ്രണ്ട്സിനെ നമ്മളെ എല്ലാ ഉടായ്പകളും അറിയായിരിക്കും. ഒരു ദിവസം അമ്മമാർ വന്നിരുന്നിട്ട് എല്ലാം കൂടി വിളിച്ചു പറഞ്ഞുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്ത അവസ്ഥയാണ്. സോ എനിക്കറിയത്തില്ല, ഇതിപ്പോൾ തൊപ്പി കൂടെ നിർത്തിയവന്മാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, കൂടെ നിർത്തിയവന്മാരൊക്കെ എങ്ങനെ ഉള്ളവന്മാരാണെന്ന്. നിന്നെ യൂസ് ചെയ്യാനാണ് അവിടെ പലരും വന്നിട്ടുള്ളത്. അത് എനിക്ക് തന്നെ പല വീഡിയോസും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നിന്റെ ലൈവിൽ ഓരോരുത്തർ കുക്കായിട്ടും പുതിയ ആൾക്കാരായിട്ടൊക്കെ വരുമ്പോൾ നിന്റെ കൂടെ നിന്ന് പൈസ ഉണ്ടാക്കാനും ഫെയിം ഉണ്ടാക്കാനും തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ലതാണ്, പൈസയും ഫെയിമും ഉണ്ടായിക്കോട്ടെ. പക്ഷെ കൂടെ വയ്ക്കുന്നവന് കുണ്ടിക്ക് അടിച്ചു കൊടുക്കുന്ന പരിപാടി ചെയ്യരുത്. അതാണ് ഇവിടെ ഇപ്പം നടന്നിട്ടുള്ളത്. നീയൊക്കെ തമ്മിൽ ചെളിവാരി അടിക്കുന്ന നാട്ടുകാർ നിന്നെയൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കണക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും പറയും, തൊപ്പിക്കെതിരെ കുറേ ആരോപണം, പൈസ കൊടുത്തില്ല, അത് കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ കേൾക്കണം. പക്ഷെ ഇവിടെ മമ്മൂൻ്റെയും ഷമീൻ്റെ ലൈഫ് തീർന്നു. കുണ്ടനടി. ഇതിനിപ്പം തിരിച്ചടി കിട്ടാൻ നിനക്കൊക്കെ ഇനി ലൈഫിൽ ഇല്ല കോപ്പേ. അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാ? ഈ 3 മാസക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്നറിയടാ. എനിക്ക് കുറേ സാധനങ്ങൾ കേൾപ്പിക്കാണ്ട് പോലെ പ്രൂഫുകൾ എനിക്ക് സംസാരിക്കാൻ വയ്യ. ഞാനേ ഇവൻ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരു പ്രൂഫ് പോലും ഇല്ലാണ്ട് 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കല്ലേ ചെയ്തത്. അല്ല, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പ്രൂഫുകൾ മാത്രം ഇങ്ങനെ ഇട്ട് നിരത്താം. അതാണ് നല്ലത്. ഓക്കെ, വേറൊരു കാര്യം, ഇത് അവന്മാർക്ക് അറിയില്ല. ഓക്കെ, അതിലൊരുത്തൻ്റെ ഫോണ് നൈസായിട്ട് അതിൻ്റെ ഫോണിലുള്ള എല്ലാ കോൾ റെക്കോർഡ് ആർക്കെല്ലാം കോൾ ചെയ്തിട്ടുണ്ട് എല്ലാ കോൾ റെക്കോർഡും ഞാൻ പൊക്കി. ഓക്കെ, 3000 ചില്ലറ കോൾ റെക്കോർഡും ഒരുപാട് വീഡിയോസും 3000 ചില്ലാനും കോൾ റെക്കോർഡ്സ്, ഒരുപാട് വീഡിയോസ്, ഇവന്മാരെല്ലാം കണക്കാടാ. ഇപ്പോൾ തൊപ്പിയാലും അങ്ങോട്ട് അവന്മാരെ വാച്ച് ചെയ്യണ്ട എന്നല്ല. പക്ഷെ ഡ്രഗ്സിൻ്റെ കേസൊക്കെ വന്നപ്പോൾ അത് നിർത്തലാക്കാൻ നോക്കിയില്ല. പകരം നീ അത് നിന്റെ വീട്ടിൽ വന്നിട്ട് പോലും നീ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇത് കാണിച്ചിട്ടില്ല. മൊത്തം ഉടായ്പകളാണ് ഇവന്മാരെല്ലാം കണക്കാണ്. ഇതിൽ എനിക്ക് തോന്നുന്ന തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ തൊപ്പിയാണ് കേട്ടോ. ഉള്ളതിൽ മറ്റവന്മാരെല്ലാം കണക്കാ. കണ്ടല്ലോ അവസ്ഥകൾ. ഇവന്മാർ MRC ഗ്യാങ് എന്തോന്നൊക്കെയാണ്. MRC ഗ്യാങ് മറ്റേ നമ്മൾ മലത്തിക്കളയും ഗെയിമിങ് സ്ട്രീമിങ് കോപ്പെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരു വീട്ടിൽ കിടന്നിട്ട് കുണ്ടനടി. ഈ വീഡിയോ എടുത്തതാര്? ഈ വീഡിയോ എടുത്തവൻ അടക്കം കൊണ്ടുവന്നേ അല്ലേ? അതുകൊണ്ടല്ലേ അവന്മാരെ മുമ്പേ വെച്ചിട്ട് അവന്മാർ നിന്നു കൊടുത്തത്. ഇവിടെ സ്വന്തം ലൈഫ് തൊലച്ച് കളഞ്ഞിട്ടൊക്കെയാണ് ഈ കളി കളിക്കേണ്ടത്. എനിക്കറിയാൻ പാടില്ലാത്തത് ചോദിക്കുകയാണ്. നമുക്ക് എൻ്റർടൈൻമെൻറ്റായി 2 ദിവസത്തേക്ക് കണ്ടോണ്ടിരിക്കാൻ ഒരു സ്റ്റോറി. മറ്റേ എസ്റ്റിൻ ഫയൽസ് പോലെ തൊപ്പി ഫയൽസ്, നിഹാദ് ഫയൽസ്, മമ്മു ഫയൽസ്, ഷമീർ ഫയൽസ് കൊള്ളാം. കണ്ടിരുന്ന സമയം പോകാനുള്ള വകുപ്പായി. ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല. ജാസി, മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. മനസ്സിലാവും? ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയിൽ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി. ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എടുക്കണം. എല്ലാവരും അങ്ങോട്ട് മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ടുള്ള പണികൾ ചെയ്യുന്നത് മുന്നു, റാംബോ, വൻചോക്കി, കുറേ ആൾക്കാർ പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിനായിട്ടുള്ള ജോലികളുണ്ട്. മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ. മനസ്സിലായോ? നീ ഷഡ്ഡി കഴിച്ചിട്ട് നിന്റെ ജോലിയാടാ നായിന്റെ പോലെ. നിന്റെ ജോലിയാടാ അത്. നിന്നൽ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഇത്ര പൈസ എൻ്റെ കൊണ്ടുപോയടാ നീ.
എന്നാ പറയടാ, നീ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയടാ, ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ. എങ്ങനെ ഇരിക്കണം ഇപ്പൊ? അത് ശരിയാട്ടോ, ചട്ടി ഇടാൻ പറഞ്ഞ അവിടെ വാഷിംഗ് മെഷീൻ കാണാൻ അതിൻ്റെ അകത്തോണ്ട് ഇട്ടാണ്. പിന്നെ ഇപ്പൊ മനസ്സിലായല്ല, അടിച്ച് അണ്ണാക്കി തന്ന് ആര്? തൊപ്പി. ഇവനൊക്കെ തീർന്നടാ, ഈ മമ്മു ആയാലും ഷമീർ ആയാലും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിന്റെ അപ്പുറം വേറെ ചെക്ക് വെക്കാൻ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെയാണ് തൊപ്പിയുടെ കുണ്ടം വീഡിയോ അമ്മായി പുറത്തു വിടണം, എനിക്കെല്ലാം സമാസമമായി. അല്ലാത്ത പക്ഷെ എനിക്കൊന്നും പറയാനില്ല. അവിടെ കിടന്ന് നിന്ന് കൂത്ത് ഓരോ പരിപാടികളും ചെയ്ത് കൂത്തുകൾ, പ്രകൃതി വിരുദ്ധ കുണ്ടനടി വരെ അവിടെ നടത്തി ഇവന്മാർ ജീവിച്ചു. കുറെ കുണ്ടന്മാർ ചേർന്ന് MRC കുണ്ടൻസ് അല്ല പേര്. ഇവിടെ കുട്ടികളടക്കം കാണുന്ന വീഡിയോസാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുക, മാന്യതയല്ല, റെസ്പോൺസിബിലിറ്റി കാണിക്കുക. നിങ്ങളുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളായിട്ടുള്ള ഓഡിയൻസാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ നിർത്തി കാണിക്കരുത്. കാരണം നമ്മൾ പറയുന്നത് ഓരോ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ വായിന്ന് വരുന്ന വാക്കുകൾ അത്ര ഫെയർ ആവണമെന്നില്ല. അല്ലെങ്കിൽ എടുക്കുന്ന കണ്ടന്റുകൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് കുട്ടികളെ എന്ന് എൻ്റെ വീഡിയോസ് കാണിക്കില്ല. പക്ഷെ എന്നാലും പല മക്കളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് മാതാപിതാക്കളുടെ അക്കൗണ്ട് ഇൻസ്റ്റ വഴി അവർ അതുൽ അങ്കിൾ എന്നൊക്കെ, അതുൽ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുഞ്ഞു പിള്ളേരുടെ വോയിസ് വരെ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. പക്ഷേ എൻ്റെ വീഡിയോ കാണരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പല ടോപ്പിക്കുകൾ എടുക്കും, 18+ ആയിട്ടുള്ള പല ടോപ്പിക്കുകൾ നമ്മൾ എടുക്കുന്നതാണ്. ആ സ്ഥിതിക്ക് എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല കുട്ടികൾ. ഞാനത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവന്മാരുടെയൊക്കെ ഫാൻസ് അല്ലെങ്കിൽ ഇവന്മാരുടെയൊക്കെ ഓഡിയൻസ് എന്ന് പറഞ്ഞാലേ കുട്ടികളാണ്. ആ കുട്ടികളുടെ ഇടയിലേക്കാണ് ഈ കുണ്ടനീസമൊക്കെ കൊണ്ടുവന്മാർ എത്തിച്ചത്. ഇതൊക്കെ കാണുന്ന കുട്ടികൾ നാളെ സ്കൂളുകളിൽ പോകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യത്തില്ലേ? ഒരു തേങ്ങ അറിയാത്തവർ ഇതുപോലെയൊക്കെ ചെയ്യത്തില്ല. പണ്ട് ബിഗ് ബോസിൽ ആദിലയും നൂറേയും സപ്പോർട്ട് ചെയ്ത് ആൾക്കാർ വന്നപ്പോൾ, അല്ലെങ്കിൽ അവരെ അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്തൊരു മാതാവ് കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞാണ്, അതായത് സ്കൂളിൽ ഈ പറയുന്നത് പോലെ പെൺപിള്ളേർ തമ്മിൽ ഇതുപോലെ ഉമ്മവയ്പ്പും പരിപാടികളൊക്കെ ചെയ്യുന്നു. മീൻസ് അവരിതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ബോണ്ട് കുഞ്ഞു കുട്ടികൾ ഇത് കണ്ട് ഇതെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ അത് കണ്ട് അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് ഉള്ളൊരു കാര്യം. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളടക്കം നടക്കും. അതുകൊണ്ടാണ് ദയവ് ചെയ്തിട്ട് കുട്ടികൾ ഇമാതിരി അപരാധ വീഡിയോകൾ കാണല്ലേ ഇവന്മാരുടെ. ഓക്കെ, ഇവന്മാർ അത്രയും മാച്ചമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും മോശമായ ലെവലിലാണ് ഇവന്മാർ അവിടെ ഓരോന്നും കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. കൂത്തുകൾ, അപരാധിത്തനങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടനടിച്ച് അവിടെ ഇവിടെ എന്തൊക്കെയോ ചെയ്ത് കൂത്തുകൾ കൊണ്ടാടിയാണ് ഇവന്മാരെ നടക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇവന്മാരെ പോലുള്ളവന്മാരെ ഫോളോ അപ്പ് ചെയ്യരുത്. അതൊട്ടും നല്ലൊരു കാര്യത്തിനല്ല. ഞാൻ ഇത്രയും പറയുന്നു. ഇനി ഇവന്മാരൊക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ചെളിവാരി അടിക്കാൻ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയായാലും വെയിറ്റ് ആൻഡ് വാച്ച്. കൂടുതലൊന്നും പറയാനില്ല. ജനങ്ങൾക്ക് ചിരിക്കാനായിട്ടും നിൻ്റെയൊക്കെ തനി ഗുണങ്ങൾ നാട്ടുകാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നീക്ക് പരസ്പരം അടിച്ച് തീർക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അടിച്ച് തീർക്കും. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടത്തില്ല. പിന്നെ എനിക്കെതിരെ ഒരു ആരോപണം ഒരാൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നാളെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ തൊപ്പിക്ക് സംഭവിച്ചിട്ടുള്ളത്. തൊപ്പിക്കെതിരെ കുറേ ആരോപണങ്ങളിട്ട് തൊപ്പി തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സകലമാന സാധനങ്ങളും എടുത്തിട്ട് തിരിച്ചടിച്ച് മൂഞ്ചി. അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ തൊപ്പി 5 പൈസ പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ഷമീർ ഇന്നലെ 2000 രൂപയാണ് തൊപ്പിയുടെ ലൈവിൽ വന്നിട്ട് സൂപ്പർ ചാറ്റ് ഇട്ടത്. ഓക്കെ, അതിനർത്ഥം അവൻ്റെ കയ്യിലൊക്കെ നല്ല കാശുണ്ടെന്നാണ് അർത്ഥം. കൂടുതലൊന്നും പറയാല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.